ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂസുകാർക്ക് പ്രത്യേകിച്ച് ന്യൂസ് ഒന്നും ഇല്ലായിരുന്ന സമയത്താണ് നമ്മുടെ സീരിയൽ ആക്ട്രസ് രേഖ രതീഷ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവെച്ചത്. യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മൊത്തം ഈ ചേച്ചിയുടെ വീഡിയോ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. രേഖ രതീഷിനെ നിങ്ങൾക്ക് ഒരുപെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതാണ് കക്ഷി. നമ്മുടെ പരസ്പരം സീരിയലിലെ ദീപ്തി IPSന്റെ സൂര്യചന്ദ്രന്റെ അമ്മ. ഇവരെ അന്ന് കണ്ടതിന് ശേഷം ഞാൻ 2 ദിവസം മുമ്പ് കണ്ടാണ് ഇവരെ പറ്റി ഒരു ന്യൂസ് കേൾക്കുന്നത്. നമ്മൾ ഇവരെ ഒന്നും ഫോളോ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഇവരെ പറ്റിയുള്ള ന്യൂസ് ഞാൻ അങ്ങനെ കേൾക്കാറില്ല. ഇവർ 5ാമത്തെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഒരു പോസ്റ്റ് കണ്ടു. അതാണ് ഇവരെ പറ്റി ഞാൻ ഏറ്റവും അവസാനം കണ്ട ഒരു കാര്യം. ബോംബ് ഗുളിക കഴിച്ച് ബോട്ടി വെച്ചിട്ട് സൂരജും ദീപ്തി IPSും വയറ് പൊട്ടി മരിക്കുമല്ലോ. അതിനുശേഷം പിന്നെ ചേച്ചിയെ ഈ ഒരു വീഡിയോയിലാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പം സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബേഴ്സിനെതിരെയാണ് വീഡിയോ ഇട്ടേക്കുന്നത്. ഒരു ആത്മഹത്യ ഭീഷണിയൊക്കെ മുഴക്കുന്ന സ്വരത്തിലുള്ള ഒരു വീഡിയോ ആണ്. യൂട്യൂബേഴ്സ് ഇവരുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇവരെ പറ്റി മോശം വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ ഇന്ന് വരെ ഇവരെ പറ്റി വീഡിയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല ആരെയൊക്കെ പറ്റിയാണ് ഇവർ പറയുന്നതെന്ന്. ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പം വളരെ ജനുവിനായിട്ട് തുറന്നു പറയുകയാണ്. എനിക്കൊരു പ്രഹസനം ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. ചെറിയൊരു പനിയുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് സംസാരിക്കാം. നമുക്ക് ആദ്യം രേഖ ചേച്ചി ഇട്ട വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. പ്രിയപ്പെട്ട സർക്കാർ ശ്രീ പിണറായി വിജയൻ സാറിന് എൻ്റെ പേര് രേഖ രതീഷ്. ഞാൻ മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. വീഡിയോയുടെ തുടക്കം തന്നെ നമ്മുടെ CMന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് CMനുള്ള ഒരു പരാതിയാണ് ഈ ഒരു വീഡിയോ. എന്നു മുതലാണ് ഇൻസ്റ്റാഗ്രാം ത്രൂ CMന് പരാതി കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. ബട്ട് എന്താണെങ്കിലും ചേച്ചി ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് വീഡിയോ ചെയ്തിട്ടാണ് CMന് പരാതി കൊടുത്തിരിക്കുന്നത്. ബാക്കി കേൾക്കാം. എനിക്കൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കഴിഞ്ഞ 7-9 മാസങ്ങളായി എനിക്ക് ജോലിയില്ലാതെ ഞാൻ എൻ്റെ ഫ്ളാറ്റിൽ കഴിയുകയാണ് സർ. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. സോ ഒന്ന് ജോലിയില്ലാതെ ഫ്ലാറ്റിൽ കഴിയുകയാണ്. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ്. ഓക്കെ, 2-3 മന്ത്സ്. ഇവരുടെ 7 മന്ത്സ് മുമ്പുള്ള വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് യൂട്യൂബേഴ്സിനെ പറ്റി ഈ പറയുന്ന സെയിം കാര്യങ്ങൾ പറയുന്ന നമുക്ക് കേൾക്കാൻ പറ്റും ഇന്റർവ്യൂവിനകത്ത്. അത് വെക്കാൻ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇത്രയും ധീരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ ധൈര്യം കാണിച്ച ചേച്ചി ആ ഒരു കൂട്ടം യൂട്യൂബേഴ്സ് ആരാണെന്ന് പറയാനുള്ള ധൈര്യം കൂടെ കാണിക്കണമായിരുന്നു. യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും പെടും, അല്ലാതെ ഞാൻ അടക്കമുള്ള ആളുകൾ പെടും. അപ്പം നിങ്ങൾ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെ അങ്ങ് വന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് പകരം കൃത്യമായി ആരൊക്കെയാണ് ആ ഒരു പേര് ആരൊക്കെയാണ് നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ പേര് എടുത്തെടുത്ത് പറഞ്ഞ് വീഡിയോ ചെയ്യൂ. അതല്ലേ അതിന്റെ ഒരു മര്യാദ. അല്ലാതെ വെറുതെ വന്നിരുന്നിട്ട് ഒരു കൂട്ടം യൂട്യൂബേഴ്സ് അങ്ങനെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര റോങ് ആണ് കേട്ടോ. ബാക്കിയൂടെ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. ഈയിടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എൻ്റെ മകന് വേണ്ടിയിട്ട്. പക്ഷെ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെ ആകുകയാണ്. മാനസികമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സർ. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്നെ തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്ക് അറിയിക്കണം. ഇതുകൊണ്ടെങ്കിലും ഇവിടെ അവസാനിക്കണം ഈ കാര്യങ്ങൾ. ആരാണ് യൂട്യൂബേഴ്സ്? ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു. ഈ ചേച്ചിയെ തേജോവധം ചെയ്ത യൂട്യൂബേഴ്സ് അവരാരൊക്കെയാണ്? പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കി ഇവരെ പറ്റി ആരെങ്കിലും മോശമായിട്ട് ചെയ്ത വീഡിയോ ഒക്കെ ഉണ്ടോന്നാ. ഞാൻ എവിടെയും വീഡിയോ കണ്ടിട്ടില്ല, സീരിയസ്ലി കണ്ടിട്ടില്ല. അറിയാമെങ്കിൽ പ്ലീസ് കമന്റ്. എന്നെ മാത്രമല്ല, എന്റെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ദയവേത് നിങ്ങളുടെ ഫീൽഡിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ, ഓക്കെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സീരിയൽ ഫീൽഡിലുള്ള ഒരു ആക്ടറിന് ഒരു യുവതിയുടെ കയ്യിൽ നിന്ന് ഭയങ്കര മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. അത് ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് മാത്രമാണ് ആ പുള്ളിക്കാരന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ അന്ന് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുകയും എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റേ റേജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏഷ്യാനെറ്റ് അത് സീരിയലിനകത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളി. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാനും ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം നിങ്ങളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുമായിരിക്കും. ബട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യാൻ തോന്നുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം നിങ്ങൾ കാണും, അന്നേരം പറയാം. ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനമെടുക്കണം. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇനിയുള്ള എന്റെ സഹോദരന്മാരും സഹോദരിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ സർക്കാർ ഒരു തീരുമാനമെടുത്ത് ഇതിൽ നിന്നും ഞങ്ങളെ എല്ലാവരും രക്ഷിക്കണമെന്ന് താഴ്മയോടുകൂടി ഞാൻ അപേക്ഷിക്കുന്നു.
ഇതായിരുന്നു രേഖ ചേച്ചിയുടെ വീഡിയോ. ഇതിനകത്ത് ചെറുതായിട്ടൊരു ഭീഷണിയുണ്ട്, മറ്റേ ആത്മഹത്യ, പിന്നെ യൂട്യൂബേഴ്സ് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊരു സാധനം. നമുക്ക് ഓരോരുത്തർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അത് മാന്യമായിട്ട് പറയാം, സ്ത്രീത്വത്തെ അപമാനിക്കാത്ത രീതിയിൽ. അപമാനിച്ചു കഴിഞ്ഞാൽ അത് വേറെ കേസായി മാറും. നിങ്ങളിത് പബ്ലിക്കായിട്ട് ഇട്ട വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പബ്ലിക്കായിട്ട് ഇതിൻ്റെ ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ്സും ഉണ്ട്. ഓരോരുത്തരുടെ ഒപ്പീനിയൻ ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ എൻ്റെ ഒപ്പീനിയനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. എൻ്റെ ഓഡിയൻസിന് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ചിലപ്പോൾ എനിക്ക് തെറിവിളി കേൾക്കാം. വാട്ട് എവർ, എൻ്റെ ഒപ്പീനിയൻ ആണത്. ഇവർ 7 മാസം മുൻപ് മീഡിയ ഭാരത് എന്ന് പറയുന്ന ഒരു ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന ചെറിയൊരു ഭാഗം ഞാനിവിടെ വരാം. അല്ലെങ്കിൽ ചുമ്മാ വേറെ ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകുന്നില്ലല്ലോ. ആ ഓരോ കമന്റ്സും മറ്റൊരാളുടെ മനസ്സിനെ എത്രത്തോളം വേദനിപ്പിക്കുന്നവർ ആദ്യമൊക്കെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടൊക്കെ തോന്നിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ അധ്വാനിക്കുന്നു. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എൻ്റെ ചോര നീരാക്കി ഞാൻ അധ്വാനിച്ച് കൊണ്ടുവരുന്ന പൈസയിൽ ഞാൻ ജീവിക്കുന്നു. ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ വിഷമിക്കേണ്ട ആവശ്യം? അല്ലെങ്കിൽ അത് കേട്ടിട്ട് പോയി ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നു അല്ലേ? എത്രയോ പേരുണ്ട് ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ദൈവം തന്ന ജന്മം എനിക്ക് ദൈവം തിരിച്ചെടുക്കുമ്പോൾ ഞാൻ പോകും. എനിക്ക് അതിൻ്റെ നടുക്ക് പല പ്രതിസന്ധികളും ഞാൻ ചിലപ്പോൾ നേരിട്ടുവന്നിരിക്കും. അതെനിക്ക് ദൈവം തരുന്ന ടാസ്ക് ആയിട്ട് ഞാൻ വിചാരിക്കും. അതിനെ അതിജീവിച്ച് ഞാൻ മുമ്പോട്ട് പോവുക എന്നുള്ളത് എൻ്റെ വിൽ പവർ. ഞാൻ പോകുന്നു. എൻ്റെ ടൈം കഴിഞ്ഞു ഭൂമിയിൽ, നീ തിരിച്ചു വരാറായി എന്ന് പറയുമ്പോൾ തന്നെ വിളിക്കും, അപ്പം ഞാൻ പൊക്കോളൂ. അതിനിടയ്ക്ക് ഇനി ആര് വന്ന് എന്ത് പറഞ്ഞാലും ഇതിലൂടെ കേട്ട് ഞാൻ ഇതിലൂടെ കളഞ്ഞിട്ട് പോകും. അത്രേ ഉള്ളൂ. ഈ വ്യക്തിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഇവർ ബോൾഡ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അത്രയും ബോൾഡ്നെസ് ഉണ്ടായതുകൊണ്ടായിരിക്കണം 5ാമത്തെ ഒരു കല്യാണത്തിന് ഇവർ ഒരുങ്ങുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് ആ ഇന്റർവ്യൂവിൽ അത്രയും ബോൾഡായിട്ട് സംസാരിച്ച ഒരു വ്യക്തി പറയുന്ന പോയിന്റ്സ് ആത്മഹത്യയെ പറ്റി ഇന്ന് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇന്ന് വന്ന് ഇങ്ങനെ പറയുന്നതിന്റെ പുറകിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. നിങ്ങൾ ഒരു 2 കമന്റ്സ് കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ തംബ്നെയിൽ കാണുമ്പോഴോ ഇത്രയും അങ്ങ് ഡെസ്പ് ആവാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിൽ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അത് ഈ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്. വേണമെങ്കിൽ അത് ഞാനൊന്നുകൂടെ കാണിക്കാം. ജീവിതം എന്ന് പറയുന്നില്ല, ഒറ്റപ്പെട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ആരുമില്ലാതെ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ഞാനൊരു കൈക്കുഞ്ഞുമായി എനിക്ക് ആരുടെയും സപ്പോർട്ടില്ലാതെ ഞാൻ എന്താ പറയുക ഓൺ റോഡ് ഞാൻ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് എൻ്റെ അച്ഛനും അമ്മയും. പക്ഷേ അന്ന് എന്നെ സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു. അവിടെ നിന്ന് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സമയങ്ങളിൽ എന്നെ സ്ട്രെങ്തൺ ആക്കി. അച്ഛൻ്റെ വാക്കുകൾ, ആ ബോൾഡ്നെസ്. സോ ഒരു കൈക്കുഞ്ഞുമായിട്ട് ഒരാളുടെ സഹായം പോലും ഇല്ലാതെ നിന്ന ഒരു വ്യക്തി, നിങ്ങൾക്ക് ഇതിനേക്കാളും നെഗറ്റീവ് വന്നിട്ടുണ്ട്. പണ്ട് മറ്റേ ഷോ ഉണ്ടല്ലോ, കഥയല്ല ജീവിതം, അതിനകത്ത് നിങ്ങളുടെ ആ ഒരു എപ്പിസോഡ് കണ്ട ഒരു മലയാളി പോലും നിങ്ങളെ കുറ്റം പറയാതിരിക്കത്തില്ല. ഇതിന്റെ 100 അല്ല 1000 ഇരട്ടി നെഗറ്റിവിറ്റി അന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള, ഇപ്പൊ കമന്റ്സിനൊക്കെ പുല്ല് വില കൊടുക്കാതെ ഇതിലേക്കൂടെ കിട്ടി ഇതിലേക്കൂടെ വിടും എന്ന് പറയുന്ന നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വന്ന് ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ എന്തോ ഓഡിയൻസിന്റെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അതിന്റെ പുറകിൽ വേറെ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. സീരിയസ്ലി തോന്നുന്നു. നിങ്ങൾ ഇതിന് തൊട്ട് മുമ്പിട്ട വീഡിയോ ആണ് അതിന് കാരണം. ആ വീഡിയോ ഞാനൊന്ന് വെക്കാം. എന്റെ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനം അതെന്താണെന്നല്ലേ? അതിന്റെ ഭാഗമായുള്ള ഒരു യാത്രയാണിത്. ഞാൻ മനസ്സുകൊണ്ട് വളരെ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം, അതിനുള്ള തയ്യാറെടുപ്പ്. യാത്രയിൽ എനിക്കൊപ്പം ഈശ്വറും കൃഷ്ണയും ഉണ്ടായിരുന്നു. വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ ആകെ ക്ഷീണിച്ചു. പക്ഷേ അതൊന്നും കൊണ്ട് നമ്മൾ തളരില്ലല്ലോ. ക്ഷീണം മാറ്റാൻ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കാഞ്ചീപുരം സാരിയുടെ ഒരു വലിയ ലോകത്തെത്തിപ്പെട്ടു. ഏകദേശം നിങ്ങൾക്ക് കാര്യം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി പറയട്ടെ എന്റെ ആ തീരുമാനം. ഞാൻ ഇവിടുന്ന് തുടങ്ങിയാണ്. ഞാൻ ബ്രാൻഡിംഗ് പാർട്ണർ ആയിട്ടുള്ള ലോട്ടസ് ലൂം എന്ന ഓൺലൈൻ സാരി ഷോപ്പ്. പർച്ചേസ് എല്ലാം ഓക്കെ ആക്കി. അടുത്ത വീഡിയോയിൽ ലോട്ടസ് ലൂമിന്റെ ലോഗോ റിവീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും നിങ്ങൾക്കൊപ്പം ഉണ്ടാവണം. ഇവർ പുതിയ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാൻ വേണ്ടി പോവാണ്. എൻ്റെ വീഡിയോയ്ക്ക് അതോടെ കുറച്ച് പ്രൊമോഷൻ കിട്ടിക്കോട്ടെ. ആണ് ലോട്ടസ് ലൂം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഇട്ട വീഡിയോന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണിത്. ഓക്കെ, ഇത് കണ്ടപ്പോഴാണ് എന്തോ ഒരു ദുരുദ്ദേശം ഇല്ലേ എന്ന് എനിക്കൊരു തോന്നൽ തോന്നിയത്. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം പറയുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ലോഗോ ലോഞ്ചിങ് ആണെന്ന്. ഇതുവരെ ലോഗോ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇവരുടെ ആ ഒരു പേജിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ DP-യിൽ ഒന്നും തന്നെ ഇല്ല. സോ നെക്സ്റ്റ് വീഡിയോയിൽ ലോഗോ ലോഞ്ച് ആണ്. എന്തോ ലോഗോ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. ബട്ട് അതിന് പകരം ചേച്ചി വേറൊരു റീലാണ് ചെയ്തത്. ഈ ഒരു റീലാണ് ഈ ലോഗോ ലോഞ്ചിന് പകരം ചെയ്തത്. എന്തോ 2 ലക്ഷത്തിൽ പുറത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഇപ്പോൾ ഇട്ട വീഡിയോ ചെയ്തേക്കുന്നത്. മേ ബി ഈ വീഡിയോയ്ക്ക് ശേഷമായിരിക്കും ലോഗോ ലോഞ്ച് വരാൻ പോകുന്നത് അല്ലേ? സോ അക്കൗണ്ട് മാക്സിമം റീച്ചിലെത്തിക്കുക, എന്നിട്ട് ലോഗോ ലോഞ്ച് ചെയ്യുക, അതായിരിക്കും ഉദ്ദേശം. അല്ല, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആളുകളുള്ള നാടാണ് ഇപ്പം നമ്മുടെ. അപ്പൊ പിന്നെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നിയില്ലെങ്കിൽ
എങ്കിലേ അതിശയമുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കറന്റ് സീരിയലുകളൊന്നുമില്ല. ഈ വീഡിയോയിലും പറയുന്നുണ്ട് 9 മാസമായിട്ട് വീട്ടിൽ ജോലി ഇല്ലാതെ നിൽക്കുകയാണ് എന്ന്. അന്നത്തെ ഇന്റർവ്യൂവിനകത്തും പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ 7 മാസം മുമ്പുള്ള ഇന്റർവ്യൂവിനകത്തും പറയുന്നുണ്ട് പുതിയ പ്രോജക്റ്റ് ഒന്നും സെറ്റ് ആയില്ലെന്ന്. പുതിയ പ്രോജക്ട്സിനെ പറ്റി ഒന്ന് പറയും. പുതിയ പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രസന്റ്ലി മലയാളത്തിലൊന്നും കമ്മിറ്റ് ആയിട്ടില്ല. വേറെ 2-3 ഭാഷകളിൽ പ്രോജക്ട്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കൺഫർമേഷൻ വന്നിട്ടില്ല. സോ ആവുകയാണെങ്കിൽ അതിലേക്ക് പോകുന്നതായിരിക്കും. ഇപ്പം നിലവിൽ പ്രോജക്റ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ 9 മാസമായിട്ട് വീട്ടിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പറഞ്ഞ പ്രോജക്റ്റ് ഒന്നും സെറ്റ് ആയിട്ടില്ല എന്ന്. ആൻഡ് നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ വീഡിയോ കണ്ട സമയത്ത് അതിനകത്ത് വേറൊരു നറേഷനും കൂടെ ഉണ്ട്. ഈ യൂട്യൂബേഴ്സ് നിങ്ങൾക്കെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാനസികമായി നിങ്ങൾ തളർന്നത് കൊണ്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ഇത് ഞാനായിട്ടുണ്ടാക്കിയ നറേഷൻ അല്ല. ന്യൂസ് മലയാളത്തിന്റെ തംബ്നെയിലാണ്, അതിനകത്തെ ക്യാപ്ഷനാണ് ശല്യം കാരണം ജോലിക്ക് പോയിട്ട് 9 മാസം യൂട്യൂബർമാർക്കെതിരെ ഗുരുതര ആരോപണം എന്ന് പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു നറേഷനും നിങ്ങൾ ഈ പറഞ്ഞതിനകത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം യൂട്യൂബേഴ്സ് ആണ് എന്നുള്ള തരത്തിലാണ് നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞു വെച്ചേക്കുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് പ്രോജക്റ്റ് ഇല്ല, അതാണ് സത്യാവസ്ഥ അതാണ്. പ്രോജക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ പുതിയ ഒരു ക്ലോത്തിങ് ബ്രാൻഡുമായിട്ട് വന്നേക്കുന്നത്. പുതിയ സംരംഭമാണ്. അപ്പം ഇത് 4 പേരിലോട്ട് എത്തിക്കണം, ഹ്യൂജ് ഓഡിയൻസിന്റെ അറ്റൻഷൻ കിട്ടണം, ഇങ്ങനെ ഒരാൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കുറച്ച് ആളുകളെ അറിയിക്കണം. അപ്പൊ പിന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് വേ ഇത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബേഴ്സിനെ ബലിയാടാക്കി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തുറന്ന് പറയണം നിങ്ങളെ ഈ പറയുന്ന ദ്രോഹിക്കുന്ന യൂട്യൂബേഴ്സ് ആരൊക്കെയാണെന്ന്, അവരുടെ പേരടക്കം നിങ്ങൾ എടുത്ത് പറ. എന്നിട്ട് അവർക്കെതിരെ നിങ്ങൾ കേസും ഫയൽ ചെയ്യണം. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ട് കേസ് ഫയൽ ചെയ്യുന്ന അത് നമ്മുടെ നിയമത്തിലില്ല. അങ്ങനെ നമ്മുടെ കേസ് എടുക്കൂല. ഓക്കെ, ഇൻസ്റ്റാഗ്രാം അല്ല ഇവിടുത്തെ കോടതി. പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ഇത്രയും നെഗറ്റീവ് ആകുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ നിങ്ങൾ തന്നെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് അമൃത ടിവിയിലെ കഥയല്ല ഇത് ജീവിതം ആ പ്രോഗ്രാം ഓർമ്മ ഉണ്ടാവുമല്ലോ. അതിന്റെ ഒരു എഫക്ട് ഇന്നും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ഇന്റർവ്യൂ 1 hour ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് കുത്തിയിരുന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മായ്ക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അതായിരിക്കുമെന്ന്. ആ തരത്തിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ ഒരു പ്രോഗ്രാമിനകത്ത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്ത ഏറ്റവും വലിയൊരു റിഗ്രറ്റ് ഉള്ള ഒരു സംഭവമാണ് ആ ഒരു പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാം വന്നതിന് ശേഷം നിങ്ങൾക്ക് നല്ല നെഗറ്റീവ് ഉണ്ട്. അന്ന് മറ്റൊരുത്തിയുടെ ഭർത്താവുമായിട്ട് ആ ഷോയിൽ വന്നിരുന്ന് അവന്റെ ഭാര്യയുടെയും അമ്മയുടെയും മുഖത്ത് നോക്കി അത്രയും അഹങ്കാരത്തോടെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ആളുകൾ ഓർമ്മയുണ്ടാവും. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷവും കമന്റ് സെക്ഷനിൽ ഞാൻ കണ്ടു കർമ്മ എന്ന്. അന്ന് നിങ്ങളെടുത്ത ആ ഒരു തീരുമാനമാണ് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നെഗറ്റിവിറ്റി ഉണ്ടാക്കിയത്. അല്ലാതെ വേറൊരാളുടെ തലയിലോട്ട് അതിന്റെ പട്ടം ചാർത്തി കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നിട്ട് ഒടുവിൽ എന്ത് സംഭവിച്ചു? പോയപ്പോൾ ആർക്ക് പോയി? നിങ്ങൾക്ക് തന്നെ പോയി. ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ അന്ന് വന്ന അങ്ങേരും അയാളുടെ ഭാര്യയും ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന്. അന്നത്തെ പ്രോഗ്രാമിൽ അവരെല്ലാം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണിച്ചു. പല കാര്യങ്ങളും അതിൽ നടന്നതുണ്ട്. അതൊക്കെ ഞാനിരുന്ന് റിവീൽ ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം റിവീൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഇവരെല്ലാം എന്നെ കാണാൻ വന്നു സോറി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനം വിശ്വസിക്കൂ? ഇല്ല. ആ ഷോ അറ്റൻഡ് ചെയ്യണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ആ പ്രോഗ്രാമിൽ വന്നിരുന്നതല്ല. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു കുടുംബ വഴക്കിനെ ഇവർ അവരുടേതായ തെറ്റുകളെ മറച്ചു വെച്ച് ഇവർ രണ്ടുപേരും വളരെ നല്ല ഭംഗിയായിട്ട് എന്നെ ബ്ലെയിം ചെയ്ത് അവർ രണ്ടുപേരും ഹാപ്പിയായി. അത്രയേ ഉള്ളൂ. അതിന് എന്നാലും അപ്പോഴും ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു. ഞാനെന്ന് പറയുന്ന ഒരു അന്ന് അവർ നെഗറ്റീവായിട്ട് കണ്ടാലും ഇന്ന് അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം അതിന് ഞാൻ നിമിത്തമായില്ലേ? അല്ലെങ്കിൽ അവർ അങ്ങനെ പിരിഞ്ഞു പോകേണ്ട ആൾക്കാർ ഇന്നും ഒരുമിച്ച് ജീവിക്കുന്നില്ലേ? ഗുഡ് തിങ് അല്ലേ ഇത്? അതെ, ഭയങ്കര ഗുഡ് തിങ് ആണ്. കൂടുതൽ പറയാൻ നിൽക്കണില്ല. ഇപ്പം അവരൊന്നായി, നിങ്ങൾ വഴിയാധാരവുമായി. നിങ്ങളുടെ തകർച്ചയുടെ കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അന്ന് ചെയ്തു വെച്ച ആ ഒരു ഷോയുടെ പ്രതിഫലനമാണ് ഇന്ന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റിവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ. അതാദ്യം മനസ്സിലായി. പിന്നെ ഇന്നിട്ട് ആ വീഡിയോ എൻ്റെ പൊന്നു കഴിഞ്ഞ് സത്യമായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്ലിസറിൻ ഇല്ലാതെ കരയാൻ അറിയാമെന്ന് എനിക്ക് അറിയാം. ഈ ഇന്റർവ്യൂവിനകത്ത് നിങ്ങളത് പറയുന്നുണ്ട്, ഗ്ലിസറിൻ ഇല്ലാതെ നല്ല രീതിയിൽ കരയാമെന്ന് നിങ്ങൾക്ക് അറിയാം. നല്ലൊരു ആക്ടായിട്ട് എനിക്കത് ഫീൽ ചെയ്തത്. അതിന്റെ റീസണും തൊട്ട് മുമ്പത്തെ 2 റീല് കണ്ടപ്പം എനിക്ക് അങ്ങനെ തോന്നിയത്. മേ ബി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഒപ്പീനിയനും പെർസ്പെക്റ്റീവും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനത് പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നേ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്നോടൊന്നും തോന്നരുത് കേട്ടോ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പം ശരി, വേറൊരു തരാം.